എന്തെല്ലാം തരത്തിലുള്ള ഊളത്തരങ്ങൾ കണ്ടിട്ടാണ് ഒരു ദിവസം കഴിഞ്ഞു കൂടേണ്ടതെന്നാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ചിന്തിക്കേണ്ടതെന്ന് പറയുന്നത്. കാരണം ഇതിപ്പോൾ ഒരു സ്ഥിരം ഏർപ്പാടായി മാറിയിരിക്കുകയാണ്. കാരണം മറ്റു ഒരു വ്യക്തികൾക്കും ഇല്ലാത്ത തരത്തിൽ അമ്മാതിരിയുള്ള കുറേ ഓൺലൈൻ മീഡിയാസിനെയും വിളിച്ചു വരുത്തിക്കൊണ്ടുള്ള ഇതുപോലുള്ള അപരാധങ്ങൾ പടച്ചു വിടുക എന്ന് തന്നെ എടുത്ത് പറയേണ്ടി വരും. ഇവിടെ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ഈ പറയുന്ന രേണു രേണു എന്തോ ഇത് ഷോർട്ട് ഫിലിമോ എന്തോ പറ്റുകൊണ്ടൊക്കെ ആണെന്നാണ് പറയുന്നത്. ഈ ഷോർട്ട് ഫിലിമിൽ ചിത്രീകരിക്കുന്ന ഈ സംഭവ വികാസങ്ങളൊക്കെ തന്നെ അത് പറയുന്ന രീതിയിൽ കെട്ടിപ്പിടുത്തോ ഇനി കാറിനുള്ളിലോ ഇനി വീടിനുള്ളിലോ എന്തോ ആയിക്കോട്ടെ, ഈ സാധനമൊക്കെ ഈ ഓൺലൈൻ മീഡിയാസിനെ വിളിച്ചു വരുത്തി അവരെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിച്ചിട്ട് അവരുടെ പേജസിൽ ഇടിപ്പിക്കാനും അതിലൂടെ റീച്ച് കയറ്റാനും ആണെങ്കിൽ എന്തിനാണ് ഈ ഷോർട്ട് ഫിലിമൊക്കെ ഷൂട്ട് ചെയ്യുന്നത്? ഒരു വ്യത്യസ്ത തരം ആണ് എന്ന് പറയേണ്ടി വരും. കാരണം അമ്മാതിരിയുള്ള ഊള പരിപാടി പരമ കഷ്ടം, പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം അങ്ങേയറ്റം ലജ്ജാവഹം എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലുള്ള ഊളത്തര പരിപാടി എന്ന് പറയണം. എന്തോന്നാണ് ഈ കാണിച്ചു കൂട്ടുന്നത് അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക. ഓരോ ഊളത്തരങ്ങൾ കാണിച്ചു കൂട്ടും, അതിന് നാട്ടുകാരുടെ വക തെറിപിടി അതിൻ്റെ കമൻറ്റ് ബോക്സിൽ. പരമ കഷ്ടമാണ്, പറയാതിരിക്കാൻ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഊളത്തരമാണ് എന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം റീച്ച് കുറയുമ്പോഴത്തേക്കും കാണിച്ചു കൂടുന്ന കോപ്രായങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലാതെ ഇതിന് വേറൊന്നും പറയാനില്ല. ഇനി നിങ്ങൾ ഷൂട്ട് ചെയ്യുക എന്ത് ചക്ക മാങ്ങ തേങ്ങ കാണിക്കും, എന്നിട്ട് അത് ഷോർട്ട് ഫിലിം ആക്കിയിട്ട് ഇടുക, ശരി സമ്മതിച്ച്. പക്ഷേ ഈ നാടുകളെയുള്ള ഓൺലൈൻ മീഡിയാസിനെ എല്ലാത്തിനെയും വിളിച്ചിട്ട് ഓരോണത്തിന്റെ പേജിൽ ഇതുപോലെ ഷൂട്ട് ചെയ്തിട്ട് അതൊക്കെ ആ പേജസിൽ എന്തിനാണ് ഇടിപ്പിക്കുന്നത് എന്നാണ് അറിയാൻ മേലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്തു വയ്ക്കുന്ന പരിപാടിയാണ്. കാരണം നാട്ടുകാർ കാണണം. ഇപ്പൊ ഈ പറയുന്ന ഡയറക്റ്റ് ഷോർട്ട് ഫിലിം ഇറക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന മാതിരി നാട്ടുകാരൊന്നും ചിലപ്പോൾ കണ്ടില്ല എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള എന്തെങ്കിലും തരത്തിലുള്ള വിവാദപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് നാട്ടുകാരെ കൊണ്ട് അതിന്റെ ചോട്ടിൽ വന്ന് തെറി വിളിപ്പിച്ചിട്ട് നല്ല രീതിയിൽ ഈ പറയുന്ന എല്ലാവരും കൂടി എടുത്ത് അതിനെ അങ്ങ് ഏറിക്കയറ്റി അതിനെ വിമർശിച്ച് ആ ഒരു തരത്തിലുള്ള ഒരു തരം ഊള പരിപാടിയാണ് ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് പറയുന്നത്. ഇതിനെക്കാട്ടി നല്ലത് കട്ടപ്പാര എടുത്തിട്ട് കക്കാൻ പോകുന്നതാണ് എന്ന ആ ഡയലോഗാണ് ഇതിന്റെ മാച്ച് എന്ന് പറയുന്നത്. പരമ കഷ്ടമാണ്, പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇത് സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്ക്കുക, അമ്മാതിരിയുള്ള ഊളത്തരങ്ങളാണ് പടച്ചു വിടുന്നത്. എവിടെ നോക്കിയാലും രേണുവിന്റെ ഷൂട്ടിങ്, രേണു ഇത് എന്ന് പറഞ്ഞിട്ട് ഓരോ ചാനലിൽ അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഇത് എന്താ ഡെയിലി പേയ്മെന്റ് ആണോ എന്ന് അറിയാൻ വയ്യ. കാരണം ഓരോ ഓൺലൈൻ മീഡിയാസിനെ വിളിച്ചു വരുത്തി ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്ത് ഓൺലൈൻ മീഡിയാസിൽ ഇടാനായിട്ട്. ഇത് നാട്ടുകാരെ കണ്ടിട്ട് എന്ത് കിട്ടാനാണ് അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുവാണ്. ഒരു എന്തൊരു കാര്യമായാലും ഇപ്പൊ ഷൂട്ട് ചെയ്യുന്ന ഒരു കാര്യം, ഷോർട്ട് ഫിലിം ആയാലും സിനിമ ആയാലും സീരിയൽ ആയാലും ഷൂട്ട് ചെയ്യുന്ന കാര്യം അത് പുറത്തിറങ്ങും മുമ്പേ ഈ പറയുന്ന രീതിയിൽ ഓൺലൈൻ മീഡിയാസിന് എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്തിനാണ് ഈ ഷോർട്ട് ഫിലിം ഇറക്കുന്നത് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഇതൊക്കെ മനഃപൂർവ്വം അങ്ങ് ഇട്ട് കൊടുക്കുന്നതാണ്. അതായത് എന്തെങ്കിലുമൊക്കെ പറയണം, കാരണം പിടിച്ച് നിൽക്കണമല്ലോ. റീച്ച് കുറയുമ്പോഴത്തേക്ക് ഇതുപോലുള്ള കാര്യങ്ങളെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരണം. എങ്കിൽ മാത്രമേ നാട്ടുകാർ അതിനെക്കാട്ട് തെറി വിളിക്കത്തുള്ളൂ, പ്രതികരിക്കത്തുള്ളൂ, അതിനെതിരെ സംസാരിക്കത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു തരം ഊള പരിപാടി എന്ന് വേണമെങ്കിൽ പറയാം. അതേ പറയാനുള്ളൂ ഇതിനെ. കാരണം അമ്മാതിരിയുള്ള ഊളത്തരങ്ങളാണ് ഇപ്പോൾ ഓൺലൈൻ മീഡിയാസിനെ വെച്ചുകൊണ്ട് ഈ ചെയ്തു കൂട്ടുന്ന ചെറ്റ പരിപാടികൾ എന്ന് എടുത്തു പറയേണ്ടി വരും. എല്ലാത്തിനും ഒരു പരിധി ഉണ്ടല്ലേ. ആ പരിധി കഴിയുമ്പോഴത്തേക്കും നാട്ടുകാർക്ക് കാണുമ്പോഴത്തേക്കും ഒരുമാതിരി വെറുപ്പ് തോന്നും. ഇത് വെറുപ്പിന്റെ പീക്ക് എത്തിച്ചിട്ടും ഒരു കൂസലുമില്ലാതെ വീണ്ടും വീണ്ടും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തരം വല്ലാത്ത തരത്തിലുള്ള ഒരു സ്വഭാവ രീതി എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. എന്നാലും കൊള്ളാം, എവിടെ വരെ പോകുമെന്ന് നോക്കാം. ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ സബ്സ്ക്രിപ്ഷന്റെ കാര്യം പറഞ്ഞുകൊണ്ട് രേണു പൊട്ടിത്തെറിയുന്നത് കണ്ടു. കാരണം നാട്ടുകാരുടെ എല്ലാം തെറിവിളി ഈ വീഡിയോയ്ക്ക് താഴെ നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. നല്ല പച്ചത്തെറിയും നല്ല അപരാധങ്ങളും ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുമായിരുന്നു. കാറിനുള്ളിലെ ഷൂട്ടിംഗ് പരിപാടികളൊക്കെ ആണല്ലോ, അത് നാട്ടുകാരെ കാണിക്കാനും നാട്ടുകാരെ പ്രദർശിപ്പിക്കാനും അതോടൊപ്പം തന്നെ ആ ഒരു തരത്തിൽ ഓൺലൈൻ മീഡിയാസിനെ എല്ലാം വിളിച്ചു വരുത്തി. കാരണം ഇത് ഷൂട്ട് ചെയ്യുന്ന വ്യക്തികൾ മാത്രമല്ല, കാരണം ഇത് ഷോർട്ട് ഫിലിമിന് വേണ്ടി ഷൂട്ട് ചെയ്യുന്ന വ്യക്തികളല്ല, മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഓൺലൈൻ മീഡിയാസ് ആണ്. അപ്പുറം ഇപ്പുറം അങ്ങനെ എല്ലായിടത്തും ഓരോ ഓൺലൈൻ മീഡിയാസിനെ വെച്ചിട്ട് ഓരോ ഫോക്കസ് കറക്റ്റ് ആയിരിക്കണം. ഓരോ രീതിയിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യുക. അതിന് താഴെ നാട്ടുകാർ വന്ന് കമന്റ് ചെയ്യും, നാട്ടുകാർ വന്ന് തെറി വിളിക്കും, അപരാധിക്കും. അങ്ങനെ പല രീതിയിലുള്ള സംഭവവികാസങ്ങളാണ് ഇവർ പ്ലാൻ ചെയ്യുന്നതെന്ന് പറയുന്നത്. കഷ്ടമെന്നല്ല എന്നാ പറയാനാ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്തതെന്ന് പറയുന്നത് രേണു സുധീരെ സബ്സ്ക്രിപ്ഷൻ വിഷയമാണ്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്റെ വരുമാനം എങ്ങനെയാലും നിർത്തണമെന്ന് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന കുറച്ച് പേരാണ് ഈ സബ്സ്ക്രിപ്ഷന്റെ വീഡിയോസ് എടുത്ത് പുറത്തുണ്ട്. ഇവരെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ലജ്ജയാണ് തോന്നുന്നത്. കാരണം വെറും വൃത്തികെട്ട പരിപാടിയിൽ നിന്ന് വൃത്തികെട്ട പരിപാടിയാണ് ഈ ചെറ്റകളായിട്ടുള്ള കുറച്ച് പേര് ബ്ലോഗേഴ്സ്. ഇവന്മാരെ എന്റെ സബ്സ്ക്രിപ്ഷനിൽ കയറിയിട്ട് ചെറ്റകൾ അത് ആസ്വദിച്ചിട്ട് പുറത്തു വിടുന്നത്. ഇവന്മാരെ എന്താണ് പറയുന്നത്? എന്റെ പ്രൊമോഷനായിട്ട് ഞാൻ കാണുന്നത് വല്ലാത്ത തരം ദയനീയമായിട്ടുള്ള ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. അതായത് രേണു സുധീരെ കഞ്ഞിമുടി മുട്ടിക്കാനായിട്ട്, രേണു സുധീരെ പൈസ മുടക്കാനായിട്ട്, സബ്സ്ക്രിപ്ഷനിൽ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ചെയ്യുന്ന ചെറ്റ പരിപാടികൾ എന്നല്ലാതെ ഇതിലേക്ക് എന്നാ പറയാനാ. അവരെ കണ്ട് ആസ്വദിച്ചിട്ട് അതെടുത്ത് നാട്ടുകാരെ കാണിക്കുന്നു. എന്തോന്നുണ്ട് നിനക്കൊക്കെ
മനസ്സാക്ഷിയില്ലേ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്യാമോ? തെറ്റല്ലേ ഇതൊക്കെ? അവർ വളരെ കഷ്ടപ്പെട്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങി അതിനുള്ളിൽ ആസ്വദിക്കാനായിട്ടുള്ള വകുപ്പുകളൊക്കെ തന്നെ ഉണ്ടാക്കി കൊടുത്ത് അതിനുള്ളിൽ പൈസ കൊടുത്ത് ആൾക്കാരെ കയറ്റി കാണിപ്പിക്കുന്ന ഒരു പരിപാടി നിങ്ങൾ കണ്ട് കയറി ആസ്വദിച്ചിട്ട് അത് ഫ്രീ ആയിട്ട് നാട്ടുകാരെ എന്തിനാണ് കാണിക്കാൻ പോകുന്നത്? പരമ കഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ. രേണുസുതി അത്രയ്ക്കും ദയനീയമായിട്ടുള്ള അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നത്. നിങ്ങളതൊന്നും മനസ്സിലാക്കണം ശരിക്കും പറഞ്ഞാൽ. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ, എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. എന്തോ വലിയ ആന കാര്യം ചെയ്ത് കണക്കാണ്. സബ്സ്ക്രിപ്ഷനിൽ കുറെ അധികം ഇട്ട് വെറുപ്പിച്ച് അത് ആ ഒരു തരത്തിൽ എത്തും. ആസ്വദിക്കാനുള്ള വകുപ്പുണ്ട് എന്ന് രേണു എല്ലാം തുറന്ന് പറയുവാണ്. എന്തോന്നടേ ഇതൊക്കെ? അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുക. ഇതിൻ്റെതും അപ്പുറമുള്ള ഒരു സബ്സ്ക്രിപ്ഷനാണ് ഇൻസ്റ്റഗ്രാം മെറ്റ കൂട്ടിക്കെട്ടിച്ച് ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയെന്ന് പറയുന്നത്. അതുകൊണ്ട് രേണു ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അല്ലാതെ എന്തോ വലിയ ആന സംഭവമാണ്, ചക്കയാണ് മാങ്ങയാണ് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഒറ്റ നിമിഷം കൊണ്ട് ബും എന്ന് പറയുന്ന മാതിരി സ്വാഹ ആവും. അതുകൊണ്ട് സൂക്ഷിച്ചാൽ നല്ലത്, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ദിവസം ദിവസം കഴിയും തോറും ഓരോരോ തരത്തിലുള്ള അപരാധങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും എന്നുള്ളത് 100% ഉറപ്പാണ്. ഒന്നുകിൽ ഇതില്ലാതാവണമെങ്കിൽ ഇൻസ്റ്റഗ്രാം തന്നെ അതിന് കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നാട്ടുകാരൊന്നടങ്കം ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്യാത്ത വണ്ണം കാര്യങ്ങൾ മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ ഇന്ന വ്യക്തിയുടെ വീഡിയോസ് സോഷ്യൽ മീഡിയ തന്നെ നിരോധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തണം. ഇതൊന്നും ഉണ്ടായില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നാട്ടുകാർ തലയ്ക്ക് കൈവച്ചുകൊണ്ട് ഇതെല്ലാം കണ്ട് മടുത്തിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. അത്രയ്ക്കും ദയനീയമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് മടുത്തത്.